കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദനും സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിയും തമ്മിലുള്ള പരസ്യമായ വാക്പോര്. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളെയും തുടർഭരണ സാഹചര്യങ്ങളെയും മുൻനിർത്തി സച്ചിദാനന്ദൻ നടത്തിയ നിരീക്ഷണങ്ങളാണ് ഈ തർക്കങ്ങളുടെ കേന്ദ്രബിന്ദു. സച്ചിദാനന്ദന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത ഭാഷയിൽ കരിവെള്ളൂർ മുരളി രംഗത്തെത്തിയതോടെ ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് എന്നതിലുപരി ഭരണപക്ഷവും സാംസ്കാരിക നായകരും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചത് പാർട്ടിയുടെ ഘടനയിലും പ്രവർത്തന ശൈലിയിലും മാറ്റങ്ങൾ വരുത്തിയെന്നും ഇത് മാർക്സിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിന് കാരണമായെന്നുമാണ് സച്ചിദാനന്ദൻ ഉയർത്തിയ പ്രധാന വിമർശനം. CPIM നശിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് തുടർഭരണം ലഭിക്കരുത് എന്ന തരത്തിലുള്ള MN കാരശ്ശേരിയുടെ വിചിത്രമായ വാദങ്ങളോട് സച്ചിദാനന്ദൻ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് കരിവെള്ളൂർ മുരളിയെ പ്രകോപിപ്പിച്ചത്. കോൺഗ്രസ് BJPയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് വോട്ട് ചെയ്യണമെന്ന വാദം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കരിവെള്ളൂർ മുരളി ആരോപിക്കുന്നുണ്ട്. സച്ചിദാനന്ദനെയും സാറാ ജോസഫിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കരിവെള്ളൂർ മുരളി ഉന്നയിച്ച വിമർശനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നിലപാടുകളാണ് സച്ചിദാനന്ദനെ പോലെയുള്ളവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്നത് ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം സച്ചിദാനന്ദൻ മറന്നുപോകുന്നുമുണ്ട്. ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഇടതുപക്ഷത്തെ സർക്കാർ ശ്രമിക്കുന്നത് ആത്യന്തികമായി RSS പോലുള്ള ശക്തികൾക്ക് ഗുണകരമാകുമെന്നും മുരളി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.